നിങ്ങൾ ഇപ്പോൾ തന്നെ സ്ക്രോളിംഗ് നിർത്തുക. നിങ്ങൾ അവൾക്ക് അയക്കാനായി വെച്ചിരിക്കുന്ന ആ ഒരൊറ്റ മെസ്സേജ് എല്ലാം ശരിയാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷെ സെൻഡ് ചെയ്യുന്നതിന് മുൻപ് സ്വയം ചോദിക്കൂ, നിങ്ങൾ അയക്കാത്ത ഈ മെസ്സേജ് എന്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോഴേ ഒരു നാണക്കേട് പോലെ തോന്നുന്നത്? കാരണം ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം, ഇത് അവളെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ടെൻഷൻ കുറയ്ക്കാനുള്ള ശ്രമമാണ്. നിങ്ങളുടെ ഓരോ മെസ്സേജും രഹസ്യമായി നിങ്ങളുടെ വില കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ബന്ധമുണ്ടാക്കാൻ വേണ്ടിയല്ല മെസ്സേജ് ചെയ്യുന്നത്, സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നത് പേടിച്ച് പാനിക്കായ ഒരാളെപ്പോലെയാണ്, അല്ലാതെ ആത്മവിശ്വാസമുള്ള ഒരാളെപ്പോലെയല്ല. പെൺകുട്ടികൾക്കത് ഫീൽ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ മെസ്സേജിൽ ഒളിഞ്ഞിരിക്കുന്ന ദയവായി എന്നെ ശ്രദ്ധിക്കൂ എന്ന എനർജി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൾ താൽപ്പര്യം കുറച്ച് അകന്നു പോകുമ്പോൾ നിങ്ങൾ അവളുടെ മെസ്സേജ് ടോണും റിപ്ലൈ ടൈമും സ്റ്റോറികളുമെല്ലാം വിശകലനം ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കും, പക്ഷേ അവളൊരു പസിലല്ല. അവൾ നൽകുന്നതൊരു സിമ്പിൾ സിഗ്നലാണ്. ആ സിഗ്നൽ പറയുന്നത് ഇതാണ്: എനിക്ക് പഴയതുപോലെയൊന്നും നിന്നോട് തോന്നുന്നില്ല. മിക്ക ആണുങ്ങളും പ്രതികരിക്കുന്നത് കൂടുതൽ അവളുടെ പിന്നാലെ പോയിട്ടാണ്. കൂടുതൽ മെസ്സേജ് അയക്കും, വിശദീകരിക്കും. പക്ഷെ അത് നിങ്ങളെ അവളുടെ താഴെയാക്കുകയുള്ളൂ. ഒരു പെൺകുട്ടിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. താൽപ്പര്യമില്ലെങ്കിലും നിങ്ങൾക്കത് ഫീൽ ചെയ്യും. നിങ്ങൾക്കത് അംഗീകരിക്കാൻ മടിയായിരിക്കുമെന്ന് മാത്രം. കൂടുതൽ മെസ്സേജ് അയച്ച് ബന്ധം രക്ഷിക്കാൻ നോക്കരുത്. കാരണം അത് ആകർഷണത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കുകയുള്ളൂ. ഈ മെസ്സേജുകൾ ബന്ധത്തിലെ ആകർഷണവും ആകാംക്ഷയുമെല്ലാം ഇല്ലാതാക്കും. നിങ്ങളെപ്പോഴും ഫ്രീ ആണെന്ന് അവൾ അറിയുന്ന നിമിഷം നിങ്ങളുടെ പ്രാധാന്യം കുറയും. പിന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യം അവൾക്കില്ല, കാരണം ഓർക്കാനൊന്നും ബാക്കിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കുക, നിശബ്ദം എന്നത് വളരെ ശക്തമായൊരു ആയുധമാണ്. ഈ ആയുധം കൗതുകമുണ്ടാക്കുകയും അവളുടെ ശ്രദ്ധയെ നിങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് മെസ്സേജിംഗ് നിർത്തുക. ദേഷ്യപ്പെടാതെ വെറുതെ മാറി നിൽക്കുക. നിങ്ങൾ ഈ നിശബ്ദത പാലിക്കുമ്പോൾ അവളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ തന്നെ അവൾ ചിന്തിച്ചു തുടങ്ങും: അവൻ എന്നെ മടുത്തോ? അവൻ തിരക്കിലാണോ? അവന് താൽപ്പര്യം പോയോ? അവൻ എന്തുകൊണ്ടാണ് ഇന്ന് മെസ്സേജ് അയക്കാതിരുന്നത്? ഒരു മെസ്സേജ് പോലും അയക്കാതെ നിങ്ങൾ അവളുടെ മനസ്സിൽ മുൻപത്തേക്കാൾ ഉച്ചത്തിലായി മാറും. നിശബ്ദതയ്ക്കു പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്. അത് നിങ്ങളെ സ്വയം കണ്ടെത്താൻ സഹായിക്കും. നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ വൈകാരികമായ നിയന്ത്രണം അവളുടെ കയ്യിൽ നിന്നും പുറത്തുവരും. നിങ്ങൾ അവളുടെ ലോകത്തിൽ നിന്ന് വിട്ട് സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ യഥാർത്ഥ വില ഒരിക്കലും അവളുടെ ഫോണിൽ ഒതുങ്ങില്ല എന്ന് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും. അതെ, സംശയങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ വരും. അവളെ ഞാൻ നഷ്ടപ്പെടുത്തിയാലോ? സൈലൻസ് കാരണം എല്ലാം കുളമാകില്ലേ എന്നിങ്ങനെയുള്ള ചിന്തകളുണ്ടാകും. പക്ഷെ ഒരു കാര്യം അറിയാമോ? നിങ്ങൾ ഏത് വഴിയെടുത്താലും നിങ്ങൾ ജയിച്ചിരിക്കും. ഇവിടെ 3 കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. 1, അവൾ തിരികെ വരും. നിങ്ങളുടെ നിശബ്ദത അവളെ കൗതുകത്തിലാക്കുമ്പോൾ അവൾ നിങ്ങളെ വിളിക്കും. ഇത് ബന്ധത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ പേടിയിൽ നിന്നല്ല, ആത്മവിശ്വാസത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. 2, അവൾ തിരികെ വരില്ല. പക്ഷേ നിങ്ങൾ മുന്നോട്ടു പോകും. നിങ്ങൾ വളരും. നിങ്ങളുടെ ജീവിതം വലുതാകും. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾക്ക് അവളെ ആവശ്യമില്ല എന്ന്. ഇതാണ് യഥാർത്ഥ ശക്തി. 3, അവൾ തിരികെ വരില്ല. ബട്ട് നിങ്ങൾക്കെല്ലാം വ്യക്തമാകും. ഇനി ആശയക്കുഴപ്പമില്ല, ഊഹങ്ങളില്ല. നിങ്ങളെ ശരിക്കും തിരഞ്ഞെടുക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ വഴി തുറക്കുകയാണ്. ഏതു വഴിയിലായാലും നിങ്ങൾ ജയിച്ചിരിക്കും. കാരണം നിങ്ങൾ പ്രവർത്തിച്ചത് പേടിയിൽ നിന്നല്ല, സ്വയം ബഹുമാനത്തിൽ നിന്നാണ്. നിങ്ങൾ ഈയൊരു രീതി പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും ആരുടെയും പിന്നാലെ പോയി യാചിക്കില്ല.